ഹായ്, ഇവിടെ എത്തിട്ടോ. എനിക്ക് കുറച്ച് ദിവസം ഒന്നിനെ പറ്റി ആലോചിക്കാതെ എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഊട്ടിയിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയപ്പോൾ ആദിലിൻ്റെ സ്റ്റോറി ഇങ്ങനെ കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ അവന് മെസ്സേജ് ചോദിച്ചു, ഞാൻ വരട്ടെ, എന്താ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, വാ നീ കയറി വാ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ടിക്കറ്റ് എടുത്തു. ഇതാണ് ആദി എൻ്റെ ഫ്രണ്ടായിട്ട്, എൻ്റെ ഫ്രണ്ടാണ്, ചോട്ടുവിൻ്റെ ഫ്രണ്ടാണ്, നമ്മളെല്ലാവരും ഫ്രണ്ടാണ്. കൊടയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എപ്പം പോകണം, അങ്ങനെ പോകണമെന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തലേ ദിവസം ഇങ്ങനെ മാളുവിൻ്റെ അടുത്ത് പറയായിരുന്നു, എനിക്കിപ്പോഴും അറിയില്ല ഞാൻ പോകണോ വേണ്ടേന്ന്, എന്നാലും ഞാൻ ഒന്ന് പോയിട്ട് വരാമെന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഞായറാഴ്ച രാവിലെ ടിക്കറ്റ് എടുക്കുന്നത്. ഇയർ കഴിയാനാകുമ്പോൾ ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ നല്ലൊരു ഡിസിഷനായിരുന്നു അത്. അടിപൊളിയായിരുന്നു. എനിക്ക് ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് കാണണം തോന്നിയതും എനിക്ക് വെറുതെ ഇരിക്കണം തോന്നിയതും എല്ലാം എനിക്ക് ഞാൻ വിചാരിച്ച പോലെ നടന്ന്. എനിക്കങ്ങനെ പറയാൻ പോലും പേടിയാണ്. നമുക്ക് വേണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലൈഫിൽ വരുമ്പം അപ്പം തന്നെ അതിൻ്റെ അതർ സൈഡും ഉണ്ടാവുമല്ലോ. ആ പേടി ഉണ്ട്, പക്ഷെ എന്നാലും നല്ല സമയങ്ങളായിരുന്നു.